ബി.ജെ.പിയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റിലാണ് മഹാകുംഭമേളയെ അവഹേളിച്ചുകൊണ്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്തത്. ഇത് വളരെ വേഗം തന്നെ കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ, ഹിന്ദുക്കൾക്കിടയിൽ, സംഘപരിവാർ പ്രസ്ഥാനത്തിനിടയിൽ വലിയ ചർച്ചയായി. മാത്രവുമല്ല, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ഈ വാർത്തയടക്കമെടുത്ത് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഏഷ്യാനെറ്റിന് സോറോസ് ബന്ധമുണ്ടെന്നും അമേരിക്കൻ ഫണ്ടിംഗ് അടക്കമുള്ളവ ഈ ചാനലിനുണ്ട് എന്നും ആരോപണം പോലും കെ സുരേന്ദ്രൻ ഉന്നയിച്ചു. ചെറുതായുള്ള ഇമ്പാക്റ്റ് അല്ല ഈ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നാലെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം തന്നെ മൊബൈലുകളിലൂടെ ഇത് ലക്ഷക്കണക്കിന് പ്രവർത്തകരിലേക്ക്, സംഘപരിവാർ പ്രവർത്തകരിലേക്ക് പാറിപ്പറന്നു നടന്നു. കൂടാതെ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ തന്നെ ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമായി ഏറ്റെടുത്തു. കേന്ദ്ര നേതൃത്വത്തിനും പോയി നിരവധി പരാതികൾ. ഒടുവിൽ ഈ മെസ്സേജും ഈ പരാതിയുമടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേശപ്പുറത്തുമെത്തി. മഹാകുംഭമേള ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ഈ സനാതന ധർമ്മ പരിപാടിയെ ബി.ജെ.പിയുടെ നേതാവിൻ്റെ സ്വന്തം ചാനൽ, അതും കേന്ദ്രമന്ത്രിയായി 5 വർഷക്കാലം നരേന്ദ്രമോദിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലിൽ ഇങ്ങനെ അവഹേളിച്ചത് പൊറുക്കാനാകുമോ എന്നായിരുന്നു ബി.ജെ.പിയുടെ നേതാക്കളുടെ ചോദ്യം. സ്വാഭാവികമായും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഉത്തരം നൽകിയേ തീരൂ. അവിടെ നിന്ന് ചെറപറ രാജീവ് ചന്ദ്രശേഖറിലേക്ക് ചോദ്യങ്ങൾ നീണ്ടു. എന്തിനേറെ പറയുന്നു, ബി.ജെ.പിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് രാജീവ് ചന്ദ്രശേഖറിനോട് ഇതേക്കുറിച്ച് സംസാരിച്ചു. എന്താണ് നിങ്ങൾക്ക് നൽകാനുള്ള വിശദീകരണം? ഇതാദ്യമായിട്ടല്ല ഏഷ്യാനെറ്റ് എന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനൽ ഹിന്ദുത്വത്തെ, ഹൈന്ദവീയതയെ അവഹേളിക്കുന്നത്. ഇതിനു മുൻപ് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത്, അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും സ്വാഭാവികമായി ഒരു നിഷ്പക്ഷ ചാനൽ എടുക്കേണ്ട നിലപാടായിരുന്നില്ല ഏഷ്യാനെറ്റ് സ്വീകരിച്ചത് എന്ന് അക്കമിട്ട് കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ നിരത്തിക്കൊടുത്തു. കെ സുരേന്ദ്രൻ്റെ പോസ്റ്റിന് പിന്നാലെ മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി നേതാവുമായ വി മുരളീധരൻ്റെ പ്രതികരണം വന്നു, അതും സോഷ്യൽ മീഡിയയിൽ. സിന്ധു സൂര്യകുമാറിനെയും ഏഷ്യാനെറ്റിനെയും എതിർക്കുക മാത്രമല്ല, അതിൻ്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖറിന് നൽകി ഒരു കൊട്ട്. പിന്നാലെ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ, ഡോക്ടർ ഭാർഗവ് റാം. എന്തിനേറെ പറയുന്നു, രാജീവ് ചന്ദ്രശേഖറിൻ്റെ എല്ലാ കാലത്തെയും വിശ്വസ്തനും, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാമായി പ്രവർത്തിച്ച, ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥനും തള്ളിപ്പറയേണ്ടി വന്നു രാജീവ് ചന്ദ്രശേഖരനെ. വളരെ വേഗമാണ് ഈ ഏഷ്യാനെറ്റ് വാർത്ത കേരളത്തിൽ നിന്ന് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നല്ല രണ്ടല്ല പല തവണ മാപ്പ് പറയേണ്ടി വന്നു, തൻ്റെ സ്ഥാപനത്തോട് വിശദീകരണം ചോദിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇത് മേലാൽ ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകിയെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കേരളത്തിലെ ഹിന്ദുക്കളെ മാത്രമല്ല തൻ്റെ കുടുംബത്തെ പോലും വിഷമിപ്പിച്ചു എന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന മുതലാളിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ടും ബി.ജെ.പിയുടെ നേതൃത്വം അടങ്ങിയിട്ടില്ല. എന്നിട്ടും ഇതിലൊന്നും തൃപ്തരല്ല ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വത്തിലെ ചില ആളുകളും. അതിന് പിന്നിലും ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയ കാരണങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു പോയതുമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക? ഈ പ്രശ്നത്തെ മുൻകാലങ്ങളിലേതുപോലെ അങ്ങനെ പെട്ടെന്ന് ഒതുക്കി വിടാൻ കഴിയില്ല എന്ന് സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾ ഒന്നടങ്കം തന്നെ പറയുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി വളരെ പെട്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖർ രംഗപ്രവേശനം ചെയ്തത്. തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് സീറ്റ് കണ്ടുവച്ചിരുന്ന പല ബി.ജെ.പി നേതാക്കളും തിരുവനന്തപുരത്തും അതുപോലെ കേരളത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചോയ്സ് സീറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം നൽകുകയായിരുന്നു. വലിയ വിജയപ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ, അതുമാത്രവുമല്ല നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുപ്പമുള്ള നേതാവെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സർവ്വ മിഷണറികളും തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. അതുമാത്രവുമല്ല വലിയ ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായും വലിയ പണച്ചാക്കുകൾ പോലും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തി. അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ തലസ്ഥാനത്ത് പ്രവർത്തനം അരങ്ങേറി. തൊട്ടപ്പുറത്ത് ആറ്റിങ്ങിൽ മത്സരിച്ചത് വി മുരളീധരനാണ്.
അദ്ദേഹവും ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. എന്നാൽ അത്രത്തോളം ആഡംബരപൂർവ്വമല്ലാത്ത, അത്രത്തോളം ഓളം സൃഷ്ടിച്ച ഒരു പ്രവർത്തനമായിരുന്നില്ല വി മുരളീധരൻ്റേത്. അവിടെ വളരെ ഗ്രൗണ്ട് ലെവലിൽ സംഘപരിവാർ പ്രവർത്തകർ ഒക്കെ തന്നെ വളരെ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തിച്ചു. അത്ഭുതകരമായ വളർച്ച, വോട്ട് നേട്ടം അവിടെ ആറ്റിങ്ങലിൽ ഉണ്ടാക്കാനും BJPക്ക് കഴിഞ്ഞു. പറഞ്ഞു വന്നത്, തലസ്ഥാനത്ത് പരാജയപ്പെട്ടുവെങ്കിലും ശക്തമായൊരു മത്സരം കാഴ്ചവെച്ച് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത്. അതിനുശേഷം എന്താണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്ത നീക്കം എന്നുള്ളത് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ കാര്യമാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നത്. താൻ തലസ്ഥാനം കേന്ദ്രീകരിച്ച്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രവർത്തന മണ്ഡലം ഇനി കേരളമാണ്, അതിൽ തിരുവനന്തപുരമാണ്. ഞാൻ ഇവിടം വിട്ടു പോകുന്നില്ല. എൻ്റെ ബിസിനസ്സുകളെല്ലാം തന്നെ ഞാൻ നോക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു. ഞാൻ ഇനി തലസ്ഥാനത്തെ ജനങ്ങളുടെ ഹൃദയത്തിനൊപ്പമാണ്, അവരുടെ വേദനകൾക്കും വിഷമങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കുകയാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം. ഇങ്ങനൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ നിലപാട്, ആ തുറന്നു പറച്ചിൽ. കാരണം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നും മത്സരിച്ച് പരാജയപ്പെട്ടാൽ തിരികെ ഡൽഹിക്ക് വണ്ടി കയറുമെന്നും കരുതിയിരുന്ന കുറേയേറെ BJP നേതാക്കളെങ്കിലും കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ചത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പല പൊതു വിഷയങ്ങളിലും എടുത്ത നിലപാട് അവരെ അസ്വസ്ഥരാക്കി. ഏറ്റവും ഒടുവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ വളരെ പൊടുന്നനെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് കൂടി അതിൽ വന്നത്. സാധാരണ അങ്ങനെ ഒരു പുതിയൊരു നേതാവിൻ്റെ പേര് വരാൻ സാധ്യതയില്ല. ചില പേരുകളിൽ മാത്രമാണ്. ഒന്ന് വി മുരളീധരൻ, അല്ലെങ്കിൽ PK കൃഷ്ണദാസ്, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, അല്ലെങ്കിൽ MT രമേശ്, അങ്ങനെയുള്ള ചില പരമ്പരാഗതമായ പേരുകളിൽ മാത്രമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ചുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ പൊടുന്നനെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത്. ഒരു ഘട്ടത്തിൽ അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണയുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഒന്ന്, രാജ്യം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റാണ്. അതുമാത്രവുമല്ല, കഴിഞ്ഞ BJPയുടെ കേന്ദ്ര സർക്കാരിൽ കൃത്യമായ ഒരു പദവി വഹിച്ച ആളാണ്. നരേന്ദ്രമോദിയോട് മാത്രമല്ല, BJPയുടെ ദേശീയ തലത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. വലിയ നിക്ഷേപങ്ങൾ, വലിയ ബിസിനസ്സുകളൊക്കെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ആളാണ്. പാർട്ടിയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും അടുത്തിടപഴകാൻ തക്ക പക്വതയുള്ള ആളാണ്. തീരദേശ മേഖലകളിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ ആളാണ്, വലിയ ഓളമുണ്ടാക്കിയ ആളാണ്. ഇടത്തരക്കാരും മധ്യവർഗക്കാരുമായിട്ടുള്ള ആളുകൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ആളാണ്. സാമുദായികപരമായി തന്നെ ഏവർക്കും സ്വീകാര്യനായ വ്യക്തിയാണ്. ഇങ്ങനെ പോകുന്നു രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്ത വിശേഷണങ്ങൾ. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു മാറ്റമാണ് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മാറ്റം രാജീവ് ചന്ദ്രശേഖറിലൂടെ ഉണ്ടാകട്ടെ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാലോ എന്ന ഒരു സംശയം പോലും ഏറെക്കുറെ ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെ അധികം വൈകാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഒരു വാർത്ത ഇടിത്തി പോലെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തലയിലേക്ക് വരുന്നത്. തീർത്തും ഹൈന്ദവ വിരുദ്ധമായ കുംഭമേളയെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും സ്നാനം നടത്തിയ ആ കുംഭമേളയെ, ഒരു PR വർക്ക് കൊണ്ട് ഈ കുംഭമേള ഇത്രയും വിജയിപ്പിക്കാൻ കഴിയുമെന്ന് സിന്ധു സൂര്യകുമാർ എന്ന ആങ്കർ പറയുമ്പോൾ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി സ്നാനം ചെയ്യുന്ന, നരേന്ദ്രമോദി കുംഭാഭിഷേകം ചെയ്യുന്ന ആ ദൃശ്യമാണ്. അപ്പോൾ പ്രധാനമന്ത്രി പോയതിനെ പോലും PR വർക്കാക്കിക്കൊണ്ട്, പ്രധാനമന്ത്രി പോലും ആ PR ഏജൻസിയുടെ ആളാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു സംപ്രേഷണം ചെയ്തത്. അത് അതേ അർത്ഥത്തിൽ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തി, നരേന്ദ്രമോദിയുടെ മുന്നിലെത്തി. ഇതിനു പിന്നിൽ ആരാണ് ഈ ചാനലിൻ്റെ ഉടമസ്ഥൻ എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമില്ല, BJPയുടെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അപ്പോൾ സ്വന്തം ചാനലിലൂടെ തന്നെ സ്വന്തം സംസ്കാരത്തെയും സ്വന്തം പാർട്ടിയെയും സ്വന്തം പ്രസ്ഥാനത്തെയും അവഹേളിക്കുന്ന ആളിനെ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമാണ് ഇനി വരാനിരിക്കുന്നത്. പലതവണ മാപ്പ് പറഞ്ഞെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് ഇതിലുള്ള പങ്ക് പൂർണ്ണമായും കൈകഴുകിക്കളയാനാകില്ലെന്ന് BJPയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട്. ഇത് ഒരു തവണയല്ല, പലതവണയായി ആവർത്തിക്കപ്പെട്ടതാണ്. ഒന്നുകിൽ പാർട്ടിക്കാരനായി, പാർട്ടി പ്രവർത്തകനായി, പാർട്ടി നേതാവായി തുടരുക, അല്ലെങ്കിൽ ബിസിനസ് മാത്രമാക്കി, ചാനലും മറ്റ് ബിസിനസ് മാത്രവുമാക്കി അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുക. ഈ രണ്ടും കൂടി അവിയൽ പരുവത്തിൽ കൂട്ടിക്കുഴച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള പല നേതാക്കളും BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. RSS അതിശക്തമായ രീതിയിൽ കേന്ദ്രത്തിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തുടരുകയാണെങ്കിൽ
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടിയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും. പാർട്ടി പ്രവർത്തകർ തന്നെ ആകെ കൺഫ്യൂഷനാകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇത്തവണ ഒരു വ്യക്തമായ തീരുമാനമുണ്ടായേ പറ്റൂ. അത്തരത്തിലുള്ള വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് മേൽ BJP യുടെ ദേശീയ നേതൃത്വം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.